നിയമപരമായി വിവാഹബന്ധം വേർപെടുത്താതെ മഹല്ല് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെയും ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചതിനെ നീതി തേടി ഭർതൃവീടിന് മുന്നിൽ യുവതിയുടെ വലിയൊരു സമരമാണ് തൃശ്ശൂരിൽ നിന്ന് പുറത്തുവരുന്ന സങ്കടമായ വാർത്ത. ഇത്തരത്തിൽ വലിയ രീതിയിൽ പെൺകുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് ആത്മഹത്യ ചെയ്തു പോകുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു മാതൃകയാണ്. ഇങ്ങനെ തിരിച്ചു നിന്ന് തന്നെ നമുക്ക് അവർക്കെതിരെ പോരാടാം എന്ന് തെളിയിച്ചു തരികയാണ് ഇപ്പോൾ ഈ യുവതി. ചാവക്കാട് ഇടക്കഴിയൂർ സ്വദേശിനിയും ഡോക്ടറുമായ ആയിഷ മുഹമ്മദാണ് ഭർത്താവ് ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫിന്റെ വീടിന് മുന്നിൽ ഉപരോധ സമരം നടത്തുന്നത്. മകളുമായി എത്തിയ ഡോക്ടർ ആയിഷയുടെ സമരം ദിവസങ്ങൾ പിന്നിട്ടിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്ന് സംഭവസ്ഥലത്ത് വലിയ തർക്കവും സംഘർഷാവസ്ഥയുമാണ് നിലനിൽക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷം കഴിയുന്നു. തുടക്കം മുതൽ സ്വത്ത് കുറവ്, സ്വർണം കുറവ് എന്ന് പറഞ്ഞ് ശാരീരികമായും മാനസികമായും ഒരുപാട് പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കൊറോണ കാലത്ത് മംഗലാപുരത്ത് ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ വീട്ടിൽ പൂട്ടിയിടുക വരെ ചെയ്തു. ഒടുവിൽ മംഗലാപുരം പോലീസിന്റെ സഹായത്തോടെയാണ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നത്. ഡോക്ടർ ആയിഷ കണ്ണീരോടെ പറയുന്ന കാര്യങ്ങളാണിത്. വിവാഹബന്ധം നിലനിൽക്കെ തന്നെ കോഴിക്കോട് പൂവാറ്റുപുറമ്പുള്ള ഒരു മഹലിൽ വെച്ചാണ് ഭർത്താവ് രണ്ടാം വിവാഹം കഴിച്ചതെന്ന് ആയിഷ ആരോപിക്കുന്നു. 100 പവൻ സ്വർണവും പണവും വാങ്ങിയാണ് 2013 എന്നെ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞ ആയിഷ ഒരു ചിത്രം പങ്കുവെക്കുന്നുണ്ട്. അതിലൂടെ തന്നെ എല്ലാവരും ഞെട്ടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ അതൊന്നും തിരികെ തരാതെ മകൾക്ക് 5 പൈസ മെയിൻ്റനൻസ് തരാതെയുമാണ് ഇദ്ദേഹം വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത്. സ്വന്തം മഹലിന്റെ അനുമതി പത്രം പോലും ഇല്ലാതെയാണ് മറ്റൊരു മഹലിൽ പോയി ഈ കല്യാണം നടത്തിയത്. ഇതാണ് ആയിഷ കൂട്ടിച്ചേർത്ത വാക്കുകൾ. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കോടതിയിൽ നിന്നും ഉത്തരവ് തേടി എത്തിയപ്പോൾ ഭർതൃവീട്ടുകാർ വീട് പൂട്ടി വെള്ളവും കറണ്ടും വിച്ഛേദിച്ച് സ്ഥലം വിടുകയായിരുന്നു. കോടതി ഉത്തരവുമായി ഭർതൃവീട്ടിൽ പ്രവേശിക്കാൻ ശ്രമിച്ച ആയിഷയെ ഭർത്താവിന്റെ ബന്ധുക്കൾ തടയാൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് രൂക്ഷമായ വാഗ്വാദമുണ്ടായി. ഇവിടെ അനധികൃതമായിട്ടാണ് ഇവർ കയറാൻ നോക്കുന്നത്. കേസ് കോടതിയിൽ നടക്കുന്ന കാര്യമാണ്. വീട് പൂട്ടി ശല്യപ്പെടുത്തുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ കോടതി തീരുമാനിക്കട്ടെ. ഇതാണ് ഭർത്താവിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചത്. എന്നാൽ ഈ ആരോപണങ്ങളെ ആയിഷ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ഇവിടെ നാട്ടിലെ എല്ലാവരെയും വിളിച്ച് 100 പവൻ സ്വർണം നൽകി ഔദ്യോഗികമായി നടന്ന കല്യാണം ഞങ്ങളുടേത്, എന്നിട്ട് ഇപ്പോൾ വലിഞ്ഞു കയറി വന്നതാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്.